ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഇൻ ദി നോവൽ സൺസ് ആൻഡ് ലവേഴ്സ് ബൈ D.H. ലോറൻസ്. അപ്പം നമുക്കറിയാം D.H. ലോറൻസ് ഒരു മോഡേൺ റൈറ്ററാണ്. അപ്പം ഈഡിപ്പസ് കോംപ്ലെക്സ് അല്ലെങ്കിൽ ആ ഒരു സൈക്കനാലിറ്റിക്കൽ വേയിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു നോവലിനെ കാണാം എന്നൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. ആൻഡ് അപ്പോൾ ആ ഒരു സ്ട്രഗിൾ ഓഫ് സെൽഫ് ആൻഡ് ഐഡൻറ്റിറ്റി, ആ ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ ഉള്ള ആ ഒരു സ്ട്രഗിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇനീഷ്യലി ആളിതിന് ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്ന പോൾ മോറലായിരുന്നു, പിന്നെയാണ് അത് മാറ്റിയത്. നമുക്കത് പ്യുവറായിട്ടുള്ളൊരു ഓട്ടോബയോഗ്രഫി എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ഓട്ടോബയോഗ്രഫി ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ളൊരു വേയിലാണ് അത് എഴുതിയിട്ടുള്ളത്. സോ നമുക്കതിനൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇറ്റ്സ് അഡാപ്റ്റേഷൻ ഫ്രം ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ആർട്ട്. ഒരു ലൈഫിൽ നിന്നുള്ള അഡാപ്റ്റേഷൻ എന്ന നിലയിലും ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന നിലയിലും മെനി ക്രിറ്റിക്സ് കോൾ ദിസ് നോവൽ എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന വർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ സെമി ഓട്ടോബയോഗ്രഫിക്കലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സൺസ് ആൻഡ് ലവേഴ്സ് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ലോറൻസ് മോസ്റ്റ് പോപ്പുലർ നോവൽ. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ് ഈ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഓതറിൻ്റെ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണത്. നമുക്ക് ലോറൻസിൻ്റെ ഓൺ എക്സ്പീരിയൻസ് അതിനകത്ത് ആ ഒരു വർക്കിനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ആളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, ആളുടെ ഒരു ഫീലിങ്സ്, ആളുടെ തോട്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക്. സോ ഈ ഒരു സൺസ് ആൻഡ് ലവേഴ്സ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ആൾ എഴുതിയിട്ടുള്ള 2-3 വർക്കിലും ഇതേപോലെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സംഭവങ്ങൾ കാണാൻ പറ്റും. ഒരു സെൽഫ് ഡ്രമറ്റൈസേഷൻ ആണ് ആളുകളുടെ നോവൽസിൽ യൂസ് ചെയ്യാറുള്ളത്. ഓൾമോസ്റ്റ് ഓൾ മെയിൻ ക്യാരക്ടേഴ്സ് in his novels have a remarkable resemblance to the creator itself. For example, ഇപ്പോൾ പോൾ മോറൽ, സൺസ് ആൻഡ് ലവേഴ്സിലുള്ള പോൾ മോറൽ നമുക്ക് വേണമെങ്കിൽ നറേറ്റർ, റൈറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇത് നറേറ്റർ. ദെൻ R.L. സോമേഴ്സ് ഇൻ കാങ്കറു എന്ന് പറഞ്ഞ വർക്കിൽ R.L. സോമേഴ്സും ഒരു നറേറ്റർ, നമ്മുടെ റൈറ്ററിൻ്റെ ഒരു ടച്ചുള്ള ഒരാളാണ്. ആൻഡ് റോബർട്ട് ബിർക്കിൻ എന്ന് പറയുന്ന വിമൻ ഇൻ ലവ് എന്ന് പറയുന്ന വർക്കിൽ റോബർട്ട് ബിർക്കിൻ, പിന്നെ R.L. സോമേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് പിന്നെ പോൾ മോറൽ, ഇവർക്കൊക്കെയാണ് നമ്മുടെ ഓതറിൻ്റെ ആയിട്ടൊരു സാമ്യമുള്ള എന്നുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. ദേ ആർ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സെൽഫ് പോർട്രേറ്റ്സ് ഓഫ് ദി നോവലിസ്റ്റ് ഹിംസെൽഫ്. ഓക്കെ, അപ്പോൾ പോൾ മോറൽ അല്ലാതെ തന്നെ ഈ ഒരു സൺസ് ആൻഡ് ലവേഴ്സിൽ ഒരുപാട് മേജർ ക്യാരക്ടേഴ്സിന് ഒരു റെസംബ്ലൻസ് നമുക്ക് കാണാൻ പറ്റും റിയൽ പീപ്പിൾസ് ഇൻ ലോറൻസ് ലൈഫായിട്ട്. ഓക്കെ, പോൾ പ്രൊട്ടഗനിസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് നമ്മുടെ ക്രിയേറ്റർ ആയിട്ടുള്ളൊരു റെസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ബാക്കിയും അതിനകത്ത് വരുന്ന ആൾക്കാർ നമുക്കൊരു കണക്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ലോറൻസും ഈ പോളിനെ പോലെ ഒരു സിക്കായിട്ടുള്ള ബോയ് ആയിരുന്നു, ഹു ഹാഡ് ബീൻ വെരി ക്ലോസ് ടു ഹിസ് മദർ. അപ്പം ആ ഒരു റെഫറൻസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോറൻസ് പോളിനെ യൂസ് ചെയ്തിട്ട് ആളുടെ ഐഡിയാസും ഫിലോസഫി കൺസേണിങ് ലൈഫ്, ലവ് ആൻഡ് മാരേജ് കാണിക്കാൻ വേണ്ടി ഒരു സ്പോക്സ് പേഴ്സണായിട്ട് യൂസ് ചെയ്തിട്ട് പറഞ്ഞതാണെന്ന് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നോവലാണത്, ഒരു ഫിക്ഷനാണത്. അപ്പം നമുക്ക് ഒരുപാട് ആ ഒരു റൈറ്ററിൻ്റെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് വെച്ച് നോക്കുമ്പോൾ there are similarities. That is why we can consider it as an autobiographical novel, and some critics consider it as semi-autobiographical. അപ്പോൾ ആർട്ടും ഇമാജിനേഷനും സക്സസ്ഫുള്ളി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പാണ് ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നൗ കംസ് ഹിസ് ചൈൽഡ്ഹുഡ്, പേരൻസ് ആൻഡ് ചൈൽഡ്ഹുഡ്. അപ്പോൾ D.H. ലോറൻസിൻ്റെ ഫാദർ ഏർതർ ലോറൻസ്, ആളൊരു മൈനർ തന്നെയായിരുന്നു. ഇതിനകത്ത് പോൾ മോറലിൻ്റെ അച്ഛൻ മിസ്റ്റർ മോറൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയായിരുന്നു ആളുണ്ടായിരുന്നത്. ഈ ലോറൻസ് ഫാമിലി ഒരു റെൻറ്റഡ് ഹൗസിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്, ഈ മൈൻസിൻ്റെ അടുത്തായിട്ട്. അവർ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ആഷ് ട്രീ ഉണ്ടായിരുന്നു. ഈ ഒരു വർക്കിനകത്ത് നമ്മൾ ആഷ് ട്രീനെ കാണുന്നുണ്ട്. ആ ആഷ് ട്രീയുടെ സൗണ്ട് കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല, പക്ഷേ മോറലിന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു സീനിൽ. ഓക്കെ, ആഷ് ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആളും ഒരു അൺഎഡ്യൂക്കേറ്റഡ്, ഒറിജിനൽ ഫാദറും ഒരു അൺഎഡ്യൂക്കേറ്റഡും കോൾ മൈനറൊക്കെ ആയിരുന്നു. ആൾക്ക് ബെയർലി ആളുടെ പേരിന് എഴുതാൻ പറ്റില്ല, ഡയലക്റ്റിൽ സംസാരിക്കുന്ന ആളായിരുന്നു. ഒരു ബാഡ് ടെമ്പർ ഉള്ളൊരു ഫാദറായിരുന്നു, റഫ് മാനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലോറൻസിന് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് അതൊക്കെ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട് ഈ ഒരു വർക്കിൽ. ഹി വാസ് സോബർ ആൻഡ് ഇൻ എ ജോളി മൂഡ്. ഹി ലവ് ടു സിങ് ഓൾഡ് ബാലഡ്സ്. അപ്പോൾ പഴയ ബാലഡ്സ് ഒക്കെ പാടാൻ ഇഷ്ടമുള്ള ആളാണ്. ഇവിടെ മോറലും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഹി ഹാഡ് സെർട്ടൈൻ വൈറ്റാലിറ്റി വിച്ച് മെയ്ഡ് ഹിം ഗ്ലോ ഇൻ ദ ഹൗസ്. പഴയ സാധനങ്ങളൊക്കെ നേരെയാക്കാനൊക്കെ ഇഷ്ടമുള്ളതാണ്. സോൾഡർ ചെയ്യുക, കോബിൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല മര്യാദയ്ക്ക്. എനിവേർ എൽസ് ബിയോണ്ട് ന്യൂസ് പേപ്പർ വായിക്കാനിരിക്കുമ്പോൾ തന്നെ മുഴുവൻ ആൾക്കൊന്നും മനസ്സിലാവാറില്ല എന്നാണ് പറയുന്നത്. അപ്പം ഓരോ വട്ടവും വൈഫിനെ വിളിച്ചിട്ട് ഇത് എന്താ അതിൻ്റെ മീനിങ് എന്ന് ചോദിക്കാറുള്ളതാണ് അതിലെ പതിവ്. അപ്പോൾ ആൾ മൈനിങ് ജോബിൽ കയറിയത് 7 വയസ്സായിരിക്കുന്ന സമയത്താണ്. ഒരുപാട് പിറ്റ് മാനേജേഴ്സിനൊക്കെ അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് കുടിക്കുന്ന ഒരാളാണ്. ഹാബിച്വൽ ഡ്രങ്കാർഡാണ്. അതുകൊണ്ടൊക്കെ മക്കൾക്ക് ആളെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ അമ്മ എന്ന് പറയുമ്പോൾ ലിഡിയ, ഹെർ നെയിം ഈസ് ലിഡിയ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഒരു കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ് ഫാദറിനെ വെച്ച് നോക്കുമ്പോൾ. സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളേരെ അമ്മ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ഫാദർ ഒരു എഞ്ചിനീയർ ആയിരുന്നു ബൈ പ്രൊഫഷൻ. അവരുടെ ഫാമിലി കുറച്ച് അത്യാവശ്യം വലിയ ഫാമിലിയൊക്കെയാണ്. സോ ഒരു ഹൈ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പയസ് ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു ലോറൻസിൻ്റെ അമ്മ. ഷീ ഹേർട്ടഡ് ഡേർട്ട്, ഡ്രിങ്ക് ആൻഡ് പോവർട്ടി. ഒരുപാട് വായിക്കാൻ ഇഷ്ടമുള്ളായിരുന്നു, സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷേ ലോറൻസിൻ്റെ ഫാദറായിട്ട് അവർക്ക് ഒരിക്കലും നേരെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹു ഹാസ് ലിറ്റിൽ നോളജ് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ അവർ ആദ്യം കണ്ടുപിട്ടിയ സമയത്തുണ്ടായിരുന്നു ലോറൻസിൻ്റെ ഫാദർ ഈ എന്താ പറയുക ലിഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളൊരു മൈനിങ് കോൺട്രാക്ടർ ആണെന്നൊക്കെയാണ്. പക്ഷേ കല്യാണത്തിന് ശേഷമാണ് അറിയുന്നത് ഒരു പൂവർ ആയിട്ടുള്ള ഒരു കോൾ മൈനർ ആണെന്ന്. ആസ് എ റിസൾട്ട് ലോറൻസ് പാരൻസ് എപ്പോഴും ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് അടിയും വഴക്കൊക്കെ ആയിരിക്കും, ക്വറൽസ്, ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും അവരുടെ വീട്ടിലെപ്പോഴും. സോ ലിഡിയ ലോറൻസ്, ഫ്രസ്ട്രേറ്റഡ് ബൈ ഹർ മാരേജ് ലൈഫ്, ബിഗൻ ടു ഡിസ്പൈസ് ഹർ ഹസ്ബൻഡ് ആൻഡ് ട്രൈഡ് ഹർ ബെസ്റ്റ് ടു പ്രൊവൈഡ് ഹർ ചിൽഡ്രൻ വിത്ത് ഗുഡ് എഡ്യൂക്കേഷൻ ടു കീപ് ദം അവേ ഫ്രം ദ കരിയർ ഇൻ ദ മൈൻഡ്സ്. അപ്പോൾ അവരെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ ആ ജോലിയിൽ വിടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ഹസ്ബൻഡിൽ നിന്ന് മാറി മക്കളിലോട്ട് ഉള്ള ഒരു ചായ്വ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മക്കളെ ഒരു ഹസ്ബൻഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആ അമ്മ കൺസിഡർ ചെയ്തു എന്നാണ് ഈ ഒരു നോവൽ വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ലോറൻസ് ഒരു ലോക്കൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നോട്ടിംഗ്ഹാം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ആളുടെ സിസ്റ്റർ ആഡ, ഷീ വാസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് പിയാനോ. പിന്നെ അപ്പോൾ ഈ ഒരു ലോറൻസ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞ് എക്സ്കർഷൻ പോലെയൊക്കെ പോകും, അടുത്തുള്ള ഫീൽഡ്സും വുഡ്സും ഒക്കെ. അവിടെ പോയിട്ട് ബ്ലാക്ക്ബെറി ഒക്കെ കളക്ട് ചെയ്യും. ഈ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് നമ്മുടെ നോവലിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾമോസ്റ്റ് എ റെപ്ലിക്ക ഓഫ് എവറിത്തിങ് മെൻഷൻഡ് അബവ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ നോവൽ. ലൈക്ക് ഇൻ ദ നോവൽ മിസ്സസ് ഗെറ്റ്രൂഡ് മോറൽ, അമ്മ, ഈ പോളിൻ്റെ അമ്മ, ലൈക്ക് ഹാസ് എ ഗ്രേറ്റ് റിസംബ്ലൻസ് ടു ലോറൻസ് മദർ ലിഡിയ ലോറൻസ്. അപ്പോൾ വോൾട്ടർ മോറൽ, പോളിൻ്റെ ഫാദർ, ഇസ് പോർട്രേഡ് ആഫ്റ്റർ ലോറൻസ് father Arthur. Walter Morrell marries the granddaughter of Nottingham Less Manufacture. അപ്പോൾ അവിടെയും ഒരു അത്യാവശ്യം നല്ലൊരു വലിയ ഫാമിലിയിൽ നിന്നാണ് ആൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് മുന്നേ ആളൊരു നല്ലൊരാളായിരുന്നു, ആൾക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നു എന്നൊക്കെയാണ് മോറൽ നോണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ അവർ വന്നപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഇതൊക്കെ റെൻറ്റിലാണ്, അവിടെയുള്ള ഫർണിച്ചർ അടക്കം റെൻറ്റിലാണ്, എല്ലാം റെൻറ്റിലാണ് എന്നുള്ളതൊക്കെ അവരറിയുന്നത്. ഒരു കോൾ മൈനറാണ് എന്നുള്ള കാര്യവും എന്താ പറയുക റെൻറ്റിലാണ് എല്ലാം എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് അപ്പോഴാണ്. ഓക്കെ, ആളൊരു ഡയലക്റ്റിൽ സംസാരിക്കുന്ന ആളാണ് അച്ഛനെ പോലെ. ദെൻ ഒരു 10 വയസ്സായപ്പോൾ ഈ മൈനിങ് പണിക്ക് പോകാൻ തുടങ്ങിയതാണ്. പിറ്റ് മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ എപ്പോഴും ദേഷ്യത്തിലാണ് ആളുണ്ടാവുക, ഡ്രിങ്ക് എപ്പോഴും കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം മൈൻ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എപ്പോഴും കുടിച്ചിട്ടാണ് ആൾ വരാറുള്ളത്. എന്നിട്ട് മിസ്സസ് മോറലായിട്ട് അടിയൊക്കെ ഉണ്ടാവും. ചിൽഡ്രൻസ് ദി ഹേറ്റ് ഹിം ജസ്റ്റ് ലൈക്ക് ദി റിയൽ സ്റ്റോറി. ആൻഡ് ആൾ സോബറായിരിക്കുന്ന സമയത്ത് ഹീ ലൈക്സ് ടു റിപ്പയർ ഓൾഡ് തിങ്സ്, പഴയ കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവർ പാട്ടും കാര്യങ്ങളൊക്കെ അവർ പാടും. ഓക്കെ, ഗെറ്റ്രൂഡ് നമ്മൾ പറഞ്ഞു ലോറൻസിൻ്റെ അമ്മ ലിഡിയെ പോലെ തന്നെ ഒരു പൈസായിട്ടുള്ള വുമണാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, മിഡിൽ ക്ലാസ് എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. റീഡിങ് ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, പോവേർട്ടി ഇഷ്ടമല്ല, ഡേർട്ട് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കിങ്സ് ഇംഗ്ലീഷാണ് അവർ സംസാരിക്കുന്നത്. ആൻഡ് കനോട്ട് ഷെയർ her feelings or make any intimate or intellectual conversation with her husband Walter, because ഒരു വോൾട്ടർ ഈ ആർദറിനെ പോലെ പോറായിരുന്നു, ഇറസ്പോൺസിബിൾ ആയിരുന്നു, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു മൈനർ ആയിരുന്നു. സോ ഹീ കാൻ ഹാർഡ്ലി സൈൻ ഹിസ് നെയിം, ഒന്ന് പേര് ഒപ്പിടാൻ കൂടെ പറ്റില്ല. പലവട്ടം ഓരോ കാര്യങ്ങൾക്ക് വൈഫിൻ്റെ ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ഇൻ്റലക്ച്വൽ കോൺവെർസേഷൻ അവർക്ക് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് പറ്റിയത് ക്ലർജിമാൻ, അവിടെ നമ്മുടെ നോവലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ക്ലർജിമാൻ ഉണ്ടായിരുന്നു ആദ്യം, ബ്രീഫ് ഇൻ്റർവെൽസിൽ വരുന്ന ഒരാൾ. അപ്പോൾ ആളുടെ അടുത്താണ് അങ്ങനെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുക, കാരണം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ വേണമല്ലോ. ഓക്കെ, അപ്പോൾ ലോറൻസിൻ്റെ മദറിലും അതേപോലെ റിയൽ ലൈഫിലുള്ള ലോറൻസിൻ്റെ മദറിലും അങ്ങനെ ഒരു ഒക്കേഷണൽ വിസിറ്റ് ഫ്രം എ ക്ലർജിമാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ബീങ് അറ്റേൺലി ഡിസപ്പോയിന്റഡ് വിത്ത് ഹർ മാരീഡ് ലൈഫ്, ഷീ സ്റ്റാർട്ടഡ് ടു ഹേറ്റ് ഹർ ഹസ്ബൻഡ് ആൻഡ് പിൻസ് ഓൾ എ ഹോപ്പ് ടു ഹർ സൺ. അപ്പോൾ അതിനുശേഷം ഭർത്താവിനോട് ഒരു ഹോപ്പില്ലാണ്ട് മക്കളുടെ അടുത്ത് മാത്രമായി അവരുടെ ഹോപ്പ് മുഴുവൻ. And she exerted herself to the utmost in order to keep her sons out of mining career. പറ്റാവുന്നതുപോലെ എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അവരെ അതിൽ നിന്ന് മാറ്റാൻ അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നോവലിൽ വോൾട്ടർ മോറലിന് ഫസ്റ്റ് സണ്ണിന് എൽഡസ്റ്റ് സൺ വില്യത്തിനെ മൈനർ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മിസ്സസ് മോറൽ പറ്റിയിട്ടില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വില്യത്തിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പം
അത് ഈ ഒരു ഇൻസ്റ്റൻസ് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലോറൻസിൻ്റെ പാരൻസും പോളിൻ്റെ പാരൻസും ലൈക്ക് റിയലായിട്ടുള്ളതും ആളുടെ ക്യാരക്ടറിലുള്ള ആ പാരൻസും ദേ നെവർ എൻജോയ്ഡ് ഹാപ്പി മാരീഡ് ലൈഫ്. അവർക്കൊരു നെഗറ്റീവ് സൈക്കോളജിക്കൽ എഫക്ട്സ് ആണ് ആ കുട്ടികളുടെ മേലിലും അവരുടെ ഈ ഒരു അടിയും വഴക്കും യുദ്ധവും കാരണം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ആഷ്ട്രിയുടെ കാര്യം പറഞ്ഞു, മോറൽ ഫാമിലിയുടെ അവിടെ അത് ആ ഒരു ഫാമിലിയുടെ ഒരു ഡിസ്കോഡ്, ആ ഒരു ഫാമിലി ഡിസ്കോഡ് സിംബലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ ഒരു ആഷ്ട്രി. അത് റിയൽ ലൈഫിലുമുള്ള ഒരു ട്രീ തന്നെയാണ്. ആ ഒരു ട്രീയുടെ സൗണ്ട് കാരണം ഈ കുട്ടികൾക്ക് രാത്രിയൊക്കെ പേടിയാവുമായിരുന്നു. അത് ഇങ്ങനെ നല്ല കാറ്റൊക്കെ വരുമ്പോൾ അതിങ്ങനെ ഒരു മോർണിംഗ് സൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിള്ളേർക്ക് പേടിയാണ്. പക്ഷെ അച്ഛൻ അത് എൻജോയ് ചെയ്യുന്ന സാധനം, അതുകൊണ്ട് അച്ഛൻ മുറിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മരവും അവിടെ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഇസ് എ ഗ്രേറ്റ് റിസംബ്ലൻസ്. ദെൻ ആനി, ഈ പോളിൻ്റെ സിസ്റ്ററായിട്ടുള്ള ആനി നമ്മളുടെ റിയൽ ലൈഫിൽ ആഡാ. പിയാനോ ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ആനി. പിന്നെ അവർ എക്സേഷനൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്, അടുത്ത ഫീൽഡിലൊക്കെ പോയിട്ട് ബ്ലാക്ക് ബെറി മദർ ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഈ നോവലും പറയുന്നത് റിയൽ ലൈഫിലുണ്ട് നടത്തി പറഞ്ഞു നമ്മൾ. സോ എവറിത്തിങ് ഇൻ മോറൽ ഫാമിലി ഇസ് ഫെമിലിയർ ഓർ സിമിലർ വിത്ത് എവറിത്തിങ് ദാറ്റ് ഇസ് ദെയർ ഇൻ ദി ലോറൻസ് ഫാമിലി. ദെൻ ഫസ്റ്റ് ഡെത്ത് ഇൻ ദ ഫാമിലി. അപ്പം ലോറൻസിന് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, എൽഡർ ബ്രദർ ഏർണസ്റ്റ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. അമ്മയുടെ ഫേവറേറ്റ് ആയിരുന്ന മകനായിരുന്നു. അമ്മയുടെ സന്തോഷവും അമ്മയുടെ പ്രൗഡിയും എല്ലാമായിരുന്നു ആ മകൻ. ഷീ ഹാഡ് എ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് പ്രൈഡ് ബിക്കോസ് ഓഫ് ഹിം. ആൻഡ് ഒരുപാട് ഹാൻഡ്സം ആയിരുന്നു, ഇൻ്റലിജൻ്റ് ആയിരുന്നു, ഭയങ്കര ഗുഡ് അത്ലറ്റ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ളൊരു മാൻ ആയിരുന്നു. ഒരു ഡീസൻറ്റ് മാൻ, ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. ഒരു പ്രോമിസിങ് കരിയർ ആയിരുന്നു ആൾക്ക് ലണ്ടൻ ഫാമിലുണ്ടായിരുന്നത്. അത് ആളുടെ ഒരു ന്യൂമോണിയ വന്നതിന് ശേഷം ആൾ മരിച്ചു പോവാണ് ഉണ്ടായത്. അപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ മരിച്ചു. അപ്പം ആ ഒരു ഓവർ വർക്ക് ചെയ്തിട്ടാണ് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ഫിയാൻസെ ആയിട്ട് അമ്മ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവൻ്റെ ഫിയാൻസിനെ എന്നൊരു തോട്ടും വിഷമം കൊണ്ട് മരിച്ചതാണെന്നും പറയപ്പെടുന്നു. നോവലിലും ഇതേപോലെ പോളിൻ്റെ എൽഡർ ബ്രദറായിട്ടുള്ള വില്യം ഒരു ഹാൻസം ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പ്രിമസ്റ്റർ ഡെത്ത് തന്നെയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്, ന്യൂമോണിയ ആയിരുന്നു. അമ്മ അടുത്തെത്തി കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആളും മരിച്ചത്. ആൻഡ് ലോറൻസിൻ്റെ മദർ, അതേപോലെ പോളിൻ്റെ മദർ, ദേ ബോത്ത് ഡിസപ്രൂവ് വില്യംസ് അല്ലെങ്കിൽ ഏർണസ്റ്റ് സ്വീറ്റ് ഹാർട്ട്. അവരുടെ ആ ഒരു ലവറിനെയോ ഫാൻസിനെയോ ഒരു രണ്ടുപേരും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിയിൽ അത് ജിപ്സിയാണ്. ഓക്കെ, അപ്പോൾ വില്യം ഹി വാസ് അട്രാക്റ്റഡ് ടു ദിസ് ഗേൾ ബട്ട് ഹി സൂൺ ഫൗണ്ട് ഹെർ ആസ് വെരി ഷാലോ ആൻഡ് അനോയിങ്. ബിക്കോസ് അമ്മ അത് ബാക്കിലോട്ട് നിൽക്കണപ്പോൾ അവൻ്റെയും മൈൻഡ് മാറി എന്നാണ് പറയുന്നത്. അവിടെയും ആ ഒരു ഇഡിപ്പൽ കോംപ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. യെസ്, ഹി വാസ് അൺഎബിൾ ടു ഡിസ്മിസ് ഹർ ഫ്രം ഹിസ് ലൈഫ്. ദസ് ദ ട്രാജിക് ഡെത്ത് ഓഫ് വില്യം ഇൻ ദ നോവൽ ക്ലോസ്ലി കറസ്പോണ്ട്സ് ടു ദ സിമിലർ ട്രാജഡി ഇൻ ലോറൻസ് ഫാമിലി. ജസ്റ്റ് ആസ് ലോറൻസ് മദർ ഹാഡ് പിൻഡ് ഓൾ ഹർ ഹോപ്സ് ഓൺ ഏർണസ്റ്റ്, മിസ്സസ് മോറൽസ് ആസ് വെൽ ആസ് പ്ലേസ്ഡ് വില്യം അറ്റ് ദ സെൻറ്റർ ഓഫ് ഓൾ ഹർ ഹോപ്പ്. അപ്പം റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് നോവലിൽ ഇയാളെയും വില്യത്തിനെയും മോറൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ലോറൻസ് ആൻഡ് പോൾ. ലോറൻസ് എന്താ പറയുക, ഹീസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ഹിസ് മദർ. അതേപോലെ തന്നെയാണ് ഇവിടെ പോളും നമുക്ക് കാണാം. പോളിനെയും അമ്മേനെയും കൂടെ ആ ഒരു എംബ്ലിക്കൽ കോഡിൻ്റെ ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് വീണിട്ട് ഒരു വൺസ് ബ്ലഡ് റിലേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര എന്താ പറയുക കണക്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അമ്മയുടെ പിന്നാലെ ഇപ്പോഴും നടക്കുന്നൊരു കുട്ടിയായിരുന്നു ലോറൻസും. അതേപോലെ തന്നെയാണ് ഇവിടെ പോളും ഉള്ളത്. പല പല കാര്യങ്ങൾ ചെയ്യാനും കുഞ്ഞു ഹെൽപ്പ് ചോഴ്സൊക്കെ ചെയ്യാനും ഈ കുട്ടി ഹെൽപ്പ് ചെയ്യും. അതന്നെയാണ് നോവലിലും കാണുന്നത് നമുക്ക്. Paul was too deeply attached with his mother. He too helps his mother with domestic tasks including baking of bread. അങ്ങനെ ഒരു ഒക്കേഷനിൽ അങ്ങനെ മേരി വന്ന് മെറിയം വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ബ്രെഡ് കരിഞ്ഞു പോയതിന് he felt sorry at the thought of his mother would be annoyed at him for having allowed a loaf of bread to be burnt in the oven because he was busy speaking with Miriam and Beatrice. അപ്പം ആ ഒരു വില്യത്തിൻ്റെ ഡെത്തിന് ശേഷം, അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ളതല്ല സ്റ്റോറി തന്നെയാണ് പറയുന്നത്, വില്യത്തിൻ്റെ ഡെത്തിന് ശേഷം പോളായി അമ്മയുടെ ഫേവറേറ്റ്. അതും അവിടെയും ഏകദേശം സെയിം തന്നെയാണ്. ഏർണസ്റ്റിൻ്റെ ഡെത്തിന് ശേഷം ലോറൻസ് ആയി ഫേവറേറ്റ്. ലോറൻസ് became the center of mother's life after Ernest's death. Lawrence got a job as a junior clerk in Nottingham firm manufacturing surgical goods. സെയിം സംഭവം തന്നെ പോളിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നോട്ടിംഗം ഫേം മാനുഫാക്ചറിങ് സർജിക്കൽ ഗുഡ്സിനെ പോലെ തന്നെ ഇവിടെ പോളിനും ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ തന്നെയാണ് വർക്ക് കിട്ടിയിട്ടുള്ളത്.
സോ ആ ജോബ് അവനെ 12 hours ഒക്കെ ബിസി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവന് നോട്ടിംഗ്ഹാം വരെ പോയി വരേണ്ട ഒരു ട്രാവൽ ഉണ്ടായിരുന്നു. അവന് 3 മാസം അവൻ പണിക്ക് പോയതിന് ശേഷം അവന് ന്യൂമോണിയ വന്നു. സെയിം തന്നെയാണ് ആളുടെ റിയൽ ലൈഫിലുള്ളത്. അപ്പോൾ അവൻ്റെ മദറാണ് അവനെ നേഴ്സ് ചെയ്ത് തിരിച്ച് ആ ഒരു ഇൽനെസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷീ ട്രാൻസ്ഫേർഡ് ഓൾ ഹർ ഇൻറ്റൻസ് ലവ് ആൻഡ് അംബിഷൻ വിച്ച് ഷീ ഹാഡ് ഫോർ ഏർനെസ്റ്റും. അപ്പോൾ ഏർനെസ്റ്റിനുണ്ടായിരുന്ന ആ ഒരു ലവും കെയറൊക്കെ ഈ അമ്മ ലിഡിയ എന്ന് പറയുന്ന അമ്മ ആർക്ക് കൊടുത്തു? ലോറൻസിന് കൊടുത്തു. സെയിം അതേപോലെ തന്നെ ആര് കൊടുത്തു? മിസ്സസ് മോറൽ പോൾ മോറലിനും കൊടുത്തു. ഓക്കെ നെക്സ്റ്റ് പോളിൻ്റെ ലൈഫ് തന്നെയാണ് ഏറെക്കുറേയും ലോറൻസിൻ്റെ ലൈഫ്. അപ്പം ജൂനിയർ ക്ലർക്കായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ ജോർദൻസ് ഫേം, നമ്മുടെ സ്റ്റോറിയിൽ മിസ്റ്റർ ജോർദൻ്റെ ഫേമിലാണ് ഈ ഒരു ക്ലിനിക്കൽ ജൂനിയർ ക്ലർക്കായിട്ട് സർജിക്കൽ ഗുഡ്സിൻ്റെ ഉള്ള ഒരു ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി, സർജിക്കൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലെ ജൂനിയർ ക്ലർക്കായിട്ടാണ് കിട്ടിയത് മിസ്റ്റർ ജോർദൻസ് ഫേം. ആർക്ക്? പോളിന്. ഓക്കെ ജെസ്സി ആൻഡ് മെറിയൻ. ഇപ്പോൾ ലോറൻസിൻ്റെ മദർ ലൈക്ക് അവർക്ക് ഈ ലോറൻസ് വേറൊരു റിലേഷനിലാവുന്നതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഷീ നെവർ അഗ്രി ടു ഇറ്റ്. അപ്പം ലോറൻസ് ഒരു 15 years ആയ സമയത്ത് ചേംബേഴ്സ് ഫാമിലി എന്ന് പറയുന്ന ആൾക്കാരുടെ ആ ഒരു ഫാമിലോട്ട് പോയായിരുന്നു. അങ്ങനെ ഒരു വിസിറ്റിലാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ചേംബേഴ്സിനെയും അവരുടെ കുട്ടികളെയും ലോറൻസ് കാണുന്നത്. അതിനകത്ത് ഒരു കുട്ടിയുടെ പേരാണ് ജെസ്സി. അന്ന് അവർ കാണുന്ന സമയത്ത് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലോറൻസ് അവിടെ പിന്നെ കുറച്ച് റെഗുലർ വിസിറ്ററായി. ആൻഡ് അവർ ജെസ്സിയായിട്ട് അധികം കമ്പനിയായി, ഇൻറ്റിമേറ്റ് ആയി. അപ്പോൾ ജെസ്സിയുടെ സിസ്റ്ററിന് എപ്പോഴും ജലസ് തോന്നുമായിരുന്നു ജെസ്സിയോട്. ബിക്കോസ് അവളും ലോറൻസും കൂടെ ഭയങ്കര കമ്പനി ആയതുകൊണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ലവ് അഫെയർ ആവുന്നതൊക്കെ കാണാൻ പറ്റും റിയൽ ലൈഫിൽ. അവർ രണ്ടുപേർക്കും ബുക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജെസ്സി ആളെ ഒരു റൈറ്റർ ആവാൻ വേണ്ടി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മിസ്സസ് ലോറൻസിന് ജെസ്സിനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കുറച്ച് ഹബ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ റിലേഷനിൽ കഴിഞ്ഞതിന് ശേഷം ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയുടെ പേരും പറഞ്ഞ ഒരു മേജർ പ്രോബ്ലം ഇൻ റെസ്പെക്ട് ഓഫ് ഫിസിക്കൽ ഇൻറ്റിമസി അവർ ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോവലിൽ വില്ലി ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ചേംബേഴ്സ് ഫാമിലിയുടെ ഫാമിലാണ് ആൾ പോയത്. പക്ഷേ നോവലിൽ വരുമ്പോൾ വില്ലി ഫാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോൾ പോകുന്നുണ്ട്. അവിടെയാണ് മെറിയത്തിനെ ആൾ മീറ്റ് ചെയ്യുന്നത്. ആ വാലിയുടെ ഓണർ ലിവിയേഴ്സ് ഫാമിലി. പോൾ ആൻഡ് മിറിയം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു ജെസ്സിയുടെ ഒറിജിനൽ ലൈഫിലുണ്ടായിരുന്ന ജെസ്സിയുടെ എൽഡർ സിസ്റ്ററിനെ പോലത്തെ ക്യാരക്ടറൊന്നും ഇവിടെ ഇല്ല. അവരുടെ സിസ്റ്ററുണ്ട്, സിസ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, അഗാധ എന്ന് പറഞ്ഞിട്ടാണ് പേര്. പക്ഷെ അവർക്ക് ജലസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേ ലൈക്ക് കൈൻഡ് ഓഫ് സപ്പോർട്ടഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ അപ്പോൾ മിറിയം അവർക്ക് രണ്ടുപേർക്കും ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആളെപ്പോഴും ആളുടെ സ്കിൽസ് ഓഫ് പെയിൻറ്റിങ്ങിനെ പ്രൈസ് ചെയ്യുന്ന ഒരാളാണ് മിറിയം. അവിടെ വർക്കായിരുന്നു, ഇവിടെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. ലോറൻസ് എഴുത്തുകാരനാവുകയാണെങ്കിൽ ഇവിടെ പോൾ ആവുന്നത് പെയിൻറ്ററാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് നോട്ട്. പിന്നെന്തായിരുന്നു, ഓക്കെ അവരുടെ റിലേഷൻ അത്ര സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, അപ്സ് ആൻഡ് ഡൗൺസ്. അങ്ങനെ അത് ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്തത്. മിസ്സസ് മോറലിന് ഇഷ്ടമായിരുന്നില്ല മറിയത്തിന്. ആൻഡ് the complexity Paul faces while trying to establish a physical relationship with Miriam റിയൽ ലൈഫിൽ ഏകദേശം ഉള്ള ഒരു സംഭവം പോലെയാണ് നമുക്ക് പറയാം. ഓക്കെ അവർ പിന്നെ ലാസ്റ്റ് ബ്രേക്കപ്പ് ആവുകയാണ്. അതിനുശേഷം ആലിസ് ആൻഡ് ക്ലാര. ഓക്കെ അപ്പം ആലിസ് ആൻഡ് ക്ലാര എന്ന് പറയുന്നത്, ആലിസ് ആരായിരുന്നു? ആളുടെ ലൈഫിൽ രണ്ടാമത് ലോറൻസ് രണ്ടാമത് ഒരു അഫെയർ ആവുന്നത് ഒരു മാരീഡ് വുമൺ ആണ്. ആലിക്സ് ഡാക്സ് എന്നാണ് അവരുടെ പേര്. ഷീ വാസ് ഇൻവോൾവ് ഇൻ ദ ക്യാമ്പയിൻ ആൻഡ് മൂവ്മെൻറ്റ് ഫോർ റൈറ്റ്സ് ഓഫ് വിമൻ ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫെമിനിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഈ ആക്ടിവിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാം, ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കാം. ആൻഡ് ഷി വാസ് വെൽ നോൺ ഫോർ ഹർ ആക്ടിവിറ്റീസ്. ആ ഒരു മൊമെൻറ്റിൽ ഒരു ഭയങ്കര ഫേമസ് ആയിരുന്ന ഒരാളായിരുന്നു. ആൻഡ് ഒരു എന്താ പറയുക പോൾ മോറലായിട്ടൊരു ലവ് അഫെയർ ഒക്കെ വന്നതിന് ശേഷം ഷീ ഹാഡ് നോ ഒബ്ജെക്ഷൻ അഗെയിൻസ്റ്റ് ഫിസിക്കൽ ഇൻറ്റിമസി വിത്ത് ലോറൻസ്. അപ്പം ഈവൻ ദോ ഷീ തോട്ട് ദാറ്റ് ലോറൻസ് എന്ന് പറയുന്നത് അവൾക്ക് സ്യൂട്ടായിട്ടുള്ള ആളല്ലെന്ന് അവർക്ക് അറിയാമെങ്കിൽ കൂടെയും അവരെന്ത് ചെയ്തു, ലൈക്ക് ദേ ഹാഡ് എ റിലേഷൻ. പിന്നെ ഷീ ഡിഡ് നോട്ട് മേക്ക് എനി എഫേർട്ട് ടു റീറ്റെയിൻ ഹിം ആസ് എ ലവർ. അവർക്ക് അവരുടെ ലൈഫിൽ ആളെ എപ്പോഴും വേണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് കഴിഞ്ഞു, അവരും ബ്രേക്കപ്പായി. ആൻഡ് ഷീ ലേറ്റർ ദാറ്റ് ബ്രേക്കപ്പ് ഷീ റിഗ്രറ്റ് ആൻഡ് സഫർ ഡീപ്ലി. കുറച്ച് കാലം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. Then almost the same thing happened in the novel as after the failed relationship with Miriam.
Paul develops a friendship with a married woman named Clara Davis, who is separated from her husband Baxter Davis. അപ്പോൾ ബാക്സ്റ്റർ ഡേവിസിൻ്റെ വൈഫായിരുന്നു ക്ലാര. ഈ ആലിസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇവിടെ റിസംബിൾ ചെയ്യുന്നത് ഈ ക്ലാരയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തമ്മിലൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആവുകയാണ്, വിച്ച് എക്സ്റ്റെൻസ് ടു സെക്ഷുവാലിറ്റി. ആൻഡ് ക്ലാര ഒരു ലിബറൽ വുമൺ ആയിരുന്നു, വിമൻ റൈറ്റ്സ് മൂവ്മെൻറ്റിലൊക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഇതും അധികം അത്രയും കാലം നിന്നിട്ടുണ്ടായിരുന്നില്ല. ക്ലാരയുടെ ഹസ്ബൻഡ് ബാക്സ്റ്റർ പോളിനെ അറ്റാക്ക് ചെയ്യലും അവർ രണ്ടുപേരും ചെറിയൊരു അടിയും ബഹളം യുദ്ധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ലാസ്റ്റ് ഈ ബാക്സ്റ്ററിന് വയ്യാതെയായി ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ പോൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഈ ഒരു ക്ലാര എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് ബേസ്ഡ് ഓൺ ആലിസ്, ആൻഡ് പോൾ ക്ലാര റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോറൻസ് ആൻഡ് ആലിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം രണ്ടുപേരല്ലാതെ ഇനിയും ആൾക്കാരൊക്കെ ഉണ്ട്. മിസ് ബൊറോസ്, മിസ് കോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ലൈഫിൽ വന്നവരുണ്ട്. ആൻഡ് ദേ ഹാവ് ഇൻഫ്ലുവൻസ് ദ ക്യാരക്ടർ ഓഫ് ക്ലാര. ഓക്കെ, അപ്പോൾ ഈ ക്ലാര എന്ന് പറയുന്നത് ഇസ് എ ബ്ലെൻഡ് ഓഫ് എലമെന്റ്സ് ടേക്കൺ ഫ്രം പേഴ്സണാലിറ്റി ഓഫ് 3 ലേഡീസ്. അപ്പോൾ ആലിസ്, ദെൻ മിസ് കോർക്ക് ആൻഡ് മിസ് ബറോസ്. അപ്പോൾ അവരുടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം എന്നാണ് പറയണത്. ആൻഡ് അഗൈൻ ദ ക്യാരക്ടർ ഓഫ് മിറിയം, അത് ജെസ്സി ചേംബേഴ്സിൻ്റെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും എക്സാക്ട് പോർട്രേൽ ഓഫ് ജെസ്സി അല്ലാതെ. മിറിയം ഇസ് ഓൾസോ എ കോമ്പോസിറ്റ് ക്യാരക്ടർ ഓഫ് സെവറൽ റിയൽ വുമൻ ഹൂസ് നെയിംസ് വർ ഹെലൻ, ലൂയി, ആഗ്നസ്, അങ്ങനെ പല ആൾക്കാരുടെ മിക്സഡ് ആയിട്ടുള്ള ഒരു വേർഷനായിട്ടാണ് മിറിയത്തിനെ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ക്ലാരയും വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ മിറിയം ഷീ ഈസ് ദി എംബോഡിമെന്റ് ഓഫ് ദി ഐഡിയ ഓഫ് സ്പിരിച്വൽ ലവ്, വൈൽ ക്ലാര ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് കാർണൽ ലവ്. Then comes mother fixation. Mother fixation ആ ഒരു പോളിൻ്റെയും അമ്മയുടെയും തമ്മിലുള്ള ഒരു അൺയൂഷ്വൽ റിലേഷൻഷിപ്പ്, ആ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് വരുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഹീസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ഹിസ് മദർ. അവൻ്റെ അഡ്മിറേഷൻ, അവൻ്റെ അമ്മയോട് ഭയങ്കര അഡ്മിറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ലോറൻസിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. റിയാലിറ്റിയിൽ ലോറൻസ് വാസ് ഡെഫിനറ്റ്ലി ടു മച്ച് ഒബ്സെസ്ഡ് വിത്ത് ഹിസ് മദർ. ഹി ഡിസ്ക്രൈബ്ഡ് ഹിസ് മദർ ആസ് എ വണ്ടർഫുൾ റയർ വുമൻ, ആസ് സ്ട്രോങ്, സ്റ്റെഡ്ഫാസ്റ്റ്, ജനറസ് ആസ് ദ സൺ എന്നാണ് ആളുകൾ പറയാറുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫിറ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അവൻ്റെ അമ്മ, ലോറൻസിൻ്റെ അമ്മ. ലോറൻസിൻ്റെ അമ്മ അതുതന്നെയാണ് ഇവിടെ പോൾ മോറലിൻ്റെ അമ്മയായിട്ടും കാണിക്കുന്നത്. യെസ്, ദെൻ there is no doubt that the relationship between Lawrence and his mom is undoubtedly portrayed in the novel's mother and son relationship. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവർ രണ്ടുപേർക്കും ആ ഒരു സിമിലാരിറ്റി, the most significant point of similarity in this respect is the way Paul and Lawrence mom suffer from cancer. അവർ രണ്ടുപേർക്കും ക്യാൻസർ വരുന്നുണ്ട്, ആൻഡ് ഫൈനലി അവർ ഡൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മോർഫിൻ അത് എക്സ്ട്രാ കൊടുത്തിട്ട് അവർ സഫർ ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോളും അതേപോലെ തന്നെ ലോറൻസും അങ്ങനെ അമ്മയുടെ ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്. ലോറൻസിൻ്റെ ഡിഫറൻസ്, ഇവർ രണ്ടുപേരും അങ്ങനെ എക്സാക്ട് സെയിം ആണെന്ന് പറയാം. നേരത്തെ പറഞ്ഞായിരുന്നു അവരുടെ കരിയറിൽ ഒരാൾ പെയിൻറ്ററും മറ്റൊരാൾ റൈറ്ററാണ്. ലോറൻസ് ഇൻ റിയൽ ലൈഫ് ഈസ് എ റൈറ്റർ. ആളൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു, പക്ഷെ പോൾ അങ്ങനെയൊന്നും പോകുന്നില്ല. പോൾ ഡയറക്റ്റ്ലി തന്നെ കമ്പനിയിൽ കയറുകയാണ് ചെയ്യുന്നത്. ഈ ആള് ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഒരു പ്രൊഫഷനിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ലോറൻസ്. അതിനുശേഷമാണ് പിന്നെ ആൾ റൈറ്റർ ആവാൻ തീരുമാനിച്ചത്. അതിന് മുന്നെയാണ് ആൾ ആ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ പോൾ ഇവിടെ സ്കൂൾ ടീച്ചറിലൊക്കെ ഒന്നും പോയിട്ടില്ല, ആൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾ റൈറ്ററിന് പകരം ആളിവിടെ പെയിൻറ്ററാണ്. ഓക്കെ, പിന്നെ പക്ഷെ എന്നാലും രണ്ടുപേരും എടുത്തിട്ടുള്ളത് ആർട്ട് എന്ന് പറയുന്ന ഒരു കരിയർ തന്നെയാണ്. ലോറൻസ് സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ട് നോട്ടിംഗ്ഹാമിൽ ഒരു ബോർഡിംഗ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ പോൾ അങ്ങനെ പഠിച്ച ആളൊന്നുമല്ല. ലോറൻസിൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, പക്ഷേ പോളിൻ്റെ അമ്മ ടീച്ചറൊന്നുമല്ല, ഒരു മിയർ ഹൗസ് വൈഫ് മാത്രമാണ് അവർ. പക്ഷേ സിമിലാരിറ്റീസ് പറയുമ്പോൾ നമുക്ക് അവിടെ മൈനറായിട്ടുള്ള ഫാദറുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് എന്നൊരു അമ്മയുണ്ട്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. സിസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്, 2 ഫെയിൽഡ് ലവിനെ കുറിച്ച് പറയുന്നുണ്ട്, എൽഡർ ബ്രദറിനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്, അമ്മേനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് രണ്ടും അതിലൊക്കെ സിമിലറാണ്. So that's all about the topic. Video ഇഷ്ടമായെങ്കിൽ please subscribe, like, comment and share it to your friends. So അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, stay safe everyone.